ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു നല്ലൊരു ഹെയർ ഡൈയുമായിട്ടാണ് വന്നേക്കുന്നത്. തേച്ച് തന്നെ കാണിച്ചു തരാം. നല്ല കറുത്ത കളറിലുള്ള ഒരു ഹെയർ ഡൈ ആയിട്ടാണ് വന്നേക്കുന്നത്. എളുപ്പത്തിനുണ്ടാക്കാം. നമ്മുടെ തലമുടിയിൽ നല്ല കളറ് പിടിക്കും. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം തേക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ തലമുടി എന്ന് തന്നെ കറുത്തിരുന്നോളും. ഇനി വേറെ വെളുത്ത് വരുകയില്ല. എൻ്റെ ചാനലിൽ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുള്ളത് ഉണ്ടാക്കി തേച്ചിട്ട് അനുഭവം ഉള്ളവർ ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. ഇതിങ്ങനെ കുറച്ച് കയ്യിലെടുക്കുക, അങ്ങനെ മുടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഊർത്ത് താഴെ വരെ കൊണ്ടിരിക്കുക. അന്നത്തേനും അത്തേലേക്ക് പിടിച്ചിരുന്നോളും. എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും തലമുടിയൊന്ന് ഉണങ്ങി പിടിക്കും. അത് കഴിഞ്ഞിട്ട് കഴുകി കളയാവുള്ളൂ. ഷാമ്പൂ ഇട്ടൊന്നും കഴുകരുത്. നല്ല പോലെ പച്ചവെള്ളം ഉപയോഗിച്ച് നല്ല പോലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കണമെങ്കിൽ വീഡിയോയിലേക്ക് പോയാലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കാണാവേ. ആദ്യമേ നമുക്ക് കുറച്ച് കരിയാപ്പില ഇത് അരച്ച് വെള്ളമാക്കി എടുക്കണം. ഇതിൻ്റെ ചാറ് നമ്മുടെ കരിയാപ്പില തന്നെ പറിച്ച കരിയാപ്പിലയാണേ. കൂടുതലും നമ്മുടെ വീട്ടിലുള്ള കരിയാപ്പില എടുക്കാൻ ശ്രമിക്കണം. പുറത്തുനിന്ന് മേടിക്കുന്നതിനകത്ത് നിറച്ച് വിഷമുണ്ടെന്നാണ് പറയണത്. വിഷമില്ലാത്തൊന്നും കിട്ടത്തില്ല ഇപ്പം. എന്നാലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുക എടുക്കുക. അവനവൻ്റെ മുടിക്ക് ആവശ്യമുള്ളത്രയും എടുക്കണം കേട്ടോ. മുടിയിൽ പുരട്ടാൻ പാകത്തിന് എന്തോരം കരിയാപ്പില വേണമെന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഒരു പിടുത്തം. നമുക്കൊന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം. അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് അന്ന് അരിച്ചെടുക്കണം ആദ്യമേ തന്നെ. വലിയൊരു സ്ട്രെയിനർ ഒഴിക്കാൻ എളുപ്പമുണ്ട്. ഇതിനകത്തുള്ളത് മൊത്തം വടിച്ച് ഒരു വെള്ളം കൂടെ ഒഴിച്ച് കുലുക്കി എടുക്കാം. കൈ ഉപയോഗിച്ച് ഞെക്കി അങ്ങ് ചാടിച്ച് നല്ല കറുത്ത പോലത്തെ കളറ് കരിയാപ്പൽ ജ്യൂസ് കിട്ടി. ഒരു 1/2 ഗ്ലാസ് ഉണ്ട്. ഇപ്പോൾ തന്നെ ഈ കരിയാപ്പില തന്നെ എടുത്തപ്പോൾ തന്നെ നല്ലൊരു കളറില്ലേ. നമ്മുടെ കരിയാപ്പില വെള്ളം ഒരു ഇരുമ്പ് ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഞാൻ തീ കത്തിച്ച് പാത്രം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു കൂട്ടം സാധനം ചേർത്ത് കൊടുക്കാം. കരിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ഹെൽത്തും ഗ്രോത്തും ഒക്കെ കിട്ടുന്ന സാധനമാണ്. മുടി നല്ലപോലെ വളരാൻ കരിവേപ്പില ഇട്ട് എണ്ണ കാച്ചി തല തേക്കണതാണ്. ഇത് മുടി കറുത്ത് വരാനുള്ള കാരണം ഈ കരിവേപ്പില ഇട്ട് എണ്ണ കാച്ചി ചെറുപ്പത്തിലേ തേക്കുവാണെങ്കിൽ തലമുടി നമ്മുടെ വെളുത്ത് വരത്തില്ല കേട്ടോ, കറുത്ത് വരും. എല്ലാവരും കുഞ്ഞിലേ തൊട്ട് ശ്രദ്ധിക്കുക. നെല്ലിക്കാപ്പൊടി 2 സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർക്കുക. നെല്ലിക്കയ്ക്കും ഈ കരിവേപ്പിലയും ഒക്കെ നല്ല കറുത്ത് വരാൻ കണ്ടോ, കളറ് കണ്ടോ. നെല്ലിക്കയ്ക്കും കറുപ്പ് കളറിൻ്റെ കൂടുതലുണ്ട്, ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതല്ലേ. ഈ കരിവേപ്പിലയ്ക്കും അങ്ങനെയാണ്.
അതിൻ്റെ കട്ടയൊക്കെ അങ്ങ് ഉടഞ്ഞ്. ഇനി നമുക്ക് ചേർക്കാൻ എന്നാണെന്നറിയാമോ, കരിഞ്ജീരകത്തിൻ്റെ പൊടി. കരിഞ്ജീരകം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കൂടുതൽ വറുത്ത് പൊടിച്ച് വയ്ക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി തല തേക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 സ്പൂൺ കരിഞ്ജീരകം പൊടിയും കൂടെ ചേർക്കുക. വറുത്ത് പൊടിച്ചിടണം കേട്ടോ, അല്ലാണ്ട് ചുമ്മാ ഇടരുത്. വറുത്ത് നല്ലപോലെ ഫ്രൈ ആക്കി വറുത്ത് പൊടിച്ചിട്ട് വേണം ചേർക്കാൻ. എന്നാലാണ് നല്ല കളറും നല്ല മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ തന്നെ നല്ല കളറായില്ലേ. തിളച്ച് പറ്റിയിട്ടുണ്ട്. ഇനി തീ കിടത്തി വയ്ക്കണം. എന്നിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് തലയിൽ തേക്കാൻ കേട്ടോ. തീ കിടത്തി വയ്ക്കാം. ചൂടാറട്ടെ, നല്ല പോലെ ആറണം. ഇതിനകത്തിരുന്ന് കുറച്ചൊരു 3-4 മണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഇരുമ്പിൻ്റെയും കൂടെ കുറച്ച് കളറും കൂടെ കൂടി വരും. ചൂടാറട്ടെ. നമ്മുടെ ഡൈ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, എന്ത് നല്ല കറുത്ത കളറാണ്. കണ്ടോ, ഇപ്പം തന്നെ കയ്യിൽ കളർ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരുപാട് സമയം വേണ്ട, ഒരുപാട് ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. കരിഞ്ജീരകം ചേർക്കണതുകൊണ്ട് നമുക്ക് തലനീരക്കോ അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. മുടിയിൽ തേച്ച് പിടിപ്പിച്ച് ഉണങ്ങി കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പു ഇട്ട് കഴുകി കളയാതിരിക്കും. ആദ്യമേ ഷാമ്പു ഇട്ട് കഴുകി കളയരുത്. 2 ദിവസം കഴിഞ്ഞിട്ടേ ഷാമ്പു ഇട്ട് കഴുകാവുള്ളൂ. അല്ലെങ്കിൽ തലമുടിയിൽ നിന്ന് കളറ് മുഴുവനും പോവും. ഇത്രയും മതി നമ്മുടെ മുടിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട്. ഒരുപാട് മുടിയുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം. കുറച്ച് മുടിയുള്ളവർക്ക് മുകളിൽ നിന്ന് തൊട്ട് തലയിൽ ഇങ്ങനെ തേച്ചങ്ങ് പിടിപ്പിച്ചാൽ മതി. അന്നേരം ഇത് അധികം വെള്ളം കുറവാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചായവെള്ളം ഒഴിച്ചങ്ങ് ലൂസാക്കിയാൽ മതി കേട്ടോ. ഇതാണ് പാവം. ഈ പരുവത്തിൽ തേക്കുവാണെങ്കിൽ നമ്മുടെ തലമുടിയിൽ ഇങ്ങനെ പിടിച്ചിരുന്നോളും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.